പൂരം കൊടിയേറി മക്കളെ. ആർക്കും എന്നെ തടുക്കാനാവില്ല. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. പാടിയ പാട്ട് നീ കേട്ടോ. മണ്ണിന്റെ മണമുള്ള കവിതകളാണ് എന്റേത്. അതെന്താ എഴുതിയിട്ട് കുഴിച്ചിടൂ. സഹൃദയരായ നാട്ടുകാരെ, കലാസ്നേഹികളെ ശ്രദ്ധിക്കുക. ഇത്തവണത്തെ വീഡിയോ മുതൽ ഡോഡോയുടെ വോയിസിന് ചെറുതായിട്ട് വലുതായിട്ടൊരു വ്യത്യാസം ഉണ്ടാകുമെന്ന് അറിയിച്ചു കൊള്ളുന്നു. അപ്പോ ചടങ്ങ് തുടങ്ങലച്ചാ. Yo, I don't know what it is. Kicking it, rocking it. ഒരു കത്തുണ്ടായിരുന്നു. വീണ്ടും കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഹാർട്ട് ഷേപ്പിലുള്ള കത്തോ? അപ്പൊ രാമേട്ടന് ഹെയർ ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നല്ലേ? അതിന് നിനക്കെന്നാ? പ്രസവിട്ട് 2 ഭാര്യയും പിള്ളേരും കൂടെ ഉണ്ട്. അല്ല പിന്നെ സാരല്ല സീതേച്ചേ, വരാനുള്ളതൊന്നും വഴിയും തങ്ങൂലല്ലോ. ഇത് എനിക്കുള്ള കത്തല്ല, എനിക്കുള്ള കത്തിനല്ല. ഡെവലപ്രാന്തരം എനിക്ക് ലവ് ലെറ്റർ. അത് കൊള്ളാലോ. എന്റെ ലൈഫ് ബ്രോയിലറായേ. തരാനുള്ളതൊന്നും വഴി തന്നില്ല നീത്തി. പ്രിയപ്പെട്ട ഡോഡോയ്ക്ക് എന്തോ അടുത്ത ദിവസങ്ങളിലായി തന്നെ ക്ഷണിക്കാത്തതായ ഏതാനും അതിഥികൾ ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വരുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. എൻവി, ഇത് പ്രണയലേഖനമാണെന്ന് തെറ്റിദ്ധരിച്ച ഡോഡോയോട് വില്ലണിന് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. പറ്റിച്ചേ. എന്തെന്നാടാ? അല്ല, അണ്ണെന്ന് പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നീ നിന്ന് കൊള്ളും. ഇല്ലാത്ത കിളിയാണേലും ഞാൻ എത്ര കിനാവ് കണ്ടതാ. ഓ, അങ്ങേരുടെ ഒരു കിളി. ആ കിളിയെ ഞാൻ ചുട്ടടിക്കും. മിണ്ടാണ്ടിരുന്നോടെ. ഞാൻ നന്നായി ബേബ്സ്. അല്ല, ഈ രാമേട്ടന്റെ റൂം എവിടെയാ? എന്റെ ലഗേജസ് ഒക്കെ വെക്കണായിരുന്നു. എന്റെ മുറിയിലെങ്ങാനും കയറി പട്ടിയിലൂട്ടി കൊടുപ്പിക്കും. പക്ഷെ പ്രസു, ഇവിടെ പട്ടിയില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതെന്താ കേട്ടെ? ഡോഡ കരഞ്ഞതാ. ഓ സോറി, പട്ടി കരഞ്ഞതാ. ആരാടാ കണ്ണിൽ കണ്ട ജന്തുക്കളെയൊക്കെ ഇവിടെ കയറ്റിവിട്ടിരിക്കുന്നത്? ഇവിടെ ഉള്ളതിനെ തന്നെ ബീബി സഹിക്കുന്നത് കഷ്ടപ്പെട്ടാണ്. വലിഞ്ഞു കയറി വരുന്നവർക്കൊന്നും കൊടുക്കുവാൻ ഇവിടെ റൂമില്ല എന്ന് അറിയിച്ചുകൊള്ളുന്നു. കുട്ടിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ കുട്ടി വേണമെങ്കിൽ എന്റെ റൂമിൽ കിടന്നു. എന്നിട്ട് ഞാൻ എന്റെ ബേബ്സിന്റെ ഇവിടെ കിടന്നോളാം. എനിക്കെന്റെ ബേബ്സിന്റെ ഇവിടെ കിടന്നാല് ഉറക്കം വരും. വേണ്ട വേണ്ട, സീതയ്ക്ക് ബീബി എങ്ങനെയെങ്കിലും മുറി അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ആസ്റ്റു, താങ്കൾ ഹാളിലേക്കോ തിണ്ണയിലേക്കോ കൗച്ചിലേക്കോ ഇന്ന് തന്നെ ഷിഫ്റ്റ് ആവേണ്ടതാണ്. മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ ഇനി കുട്ടി
പോയി കിടന്നു. അണ്ണൻ എന്തെന്നാടാ? അണ്ണൻ രാവിലെ സമയം 9 മണി. നീ എന്താടാ കെട്ടിയൊരുങ്ങി ബാലയ്ക്ക് പോകുന്നു? ആഹാ, അവന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. ആ തൂവലും കൂടെ വെച്ച് കഴിഞ്ഞപ്പോണ്ടല്ലോ, പെർഫെക്റ്റ് കോഴി. അയ്യോ സോളു, ഇങ്ങനെ പേടിക്കണ്ടേ. നീ സൈഡിൽ കഴിഞ്ഞൊന്ന് സൂക്ഷിച്ചൊന്ന് നോക്കിക്കേ. നിന്റെ ചൈനാടിയത് ഇങ്ങനെ. അത് പിന്നെ വീട്ടില് ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഒന്ന് അണിഞ്ഞൊരുങ്ങണല്ലോ. അതാണല്ലോ അതിന്റെ ഒരു ആദിത്യ മര്യാദ. ഓ ഓ ഓ, ആദിത്യ മര്യാദ. മര്യാദക്ക് നടന്നില്ലെങ്കിൽ മര്യാദക്കാരൻ നിര്യാതനാവേ. സ്കൂബിയുടെ കൈകൊണ്ട് ഡോഡയ്ക്കുണ്ടാകുന്ന ഒരു തരം ഹാനിക്കും വല്യണ്ണൻ ഉത്തരവാദിയാകുന്നതല്ല. ഇനി ബി ഹൗസിലെ ഏതെങ്കിലും പ്രോപ്പർട്ടിക്ക് നിങ്ങൾ കാരണം നാശനഷ്ടം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ടിനെയും കുട്ടിനെ പിടിച്ച് ഞാൻ പുറത്താക്കും. എന്നായാലും വല്യണ്ണൻ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ആ ഗസ്റ്റ് വരുന്ന സമയം കൂടി പറഞ്ഞായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. ഓരോ വൈൽഡ് കാർഡ് എൻട്രിയും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ അതാത് സമയത്ത് നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷമാകുന്നതായിരിക്കും. അല്ലെങ്കിലും ഓർക്കാത്ത അടിയാണ് സാറേ ഇയാളുടെ മെയിൻ. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് സമയം 1:18. പെണ്ണെ, ഒരുപാടങ്ങ് ചൊറിയാൻ നിൽക്കില്ല. നിന്നെ തൂക്കിയെടുത്ത് ഭിത്തിയിലടിക്കും ഞാൻ. അയ്യാടാ, എന്റെ ഡോറുടെ ശവത്തിൽ ചവിട്ടല്ലാതെ നിനക്ക് രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല. എന്നാ ഇന്ന് അവന്റെ ശവ അറബിക്കടലിൽ പൊന്തും. നിന്നെ ഞാൻ തെണ്ടി പിള്ളേരോട്ട് കടുപ്പിക്കൂടെ? കടിക്കടാ. ഇവിടെ എന്താ നടക്കുന്ന സോളു? എനിക്കറിയില്ലടാറുള്ളൂ. ഇവരുടെ ഈ അടി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർ എന്തോ ആഗോള പ്രശ്നത്തിന് അടിയുണ്ടാക്കുകയാണ് എന്ന്. എന്നാൽ the thing is, Flashback. ഉച്ചയ്ക്ക് സമയം 1 മണി. എന്തടാ സോളു? ബോറടിക്കുന്നടാ. എനിക്കും ഐഡിയ. നമുക്ക് അടി ഉണ്ടാക്കിയാലോ? എന്നാ അടി ഉണ്ടാക്കാം. നീ തുടങ്ങ. വേണ്ട, നീ തുടങ്ങ. നീ തുടങ്ങടാർലു. നീ തുടങ്ങ് സോളുവേ. തുടങ്ങടി. നിനക്ക് എന്താ? നിനക്ക് കുറെ നാളെ നീ മറ്റേ ചൊറിയാൻ വരുന്നത്. നീ ആരെന്നാ നിന്റെ വിചാരം? നിന്റെ കുഞ്ഞമ്മ. മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കണ. നിന്നെ ഞാൻ മിക്കവാറും അറബിക്കടലിൽ കെട്ടി താഴ്ത്തി കൊല്ലൂടി. Meanwhile. Yo, I don't know what it is. Kicking it, rocking it. സമയം നട്ടപ്പാതിരിക്ക് 12 മണി. കറണ്ട് പോയി. ആരും പേടിക്കണ്ട, ഞാൻ ശരിയാക്കി തരാം. വെല്ലണ്ണോയ്, ഇൻവെർട്ടർ പ്ലീസ്. താങ്കളുടെ മൂത്തച്ഛൻ ഇവിടെ ഇൻവെർട്ടർ ഒന്നും കൊണ്ട് വെച്ചിട്ടില്ല. അയ്യോ, ഞാൻ ലീഡറാണില്ലെന്നാ. സോളു, ഇപ്പൊ മുത്തച്ഛനെ കേട്ടുള്ളൂ. നീ വെറുതെ കുടുംബക്കാർക്ക് മൊത്തം വാങ്ങിച്ചു കൂട്ടാണ്ടിരിക്കുന്നതിലും ഭേദം മിണ്ടാണ്ടിരിക്കുന്നത്. നിങ്ങളത് കേൾക്കുന്നുണ്ട്? അത് ഞാൻ മാത്രമാണോ കേൾക്കുന്നേ? ഞാനും കേട്ടിടാർലു. സോളു, ഡാർലു. ഇനി വല്ല യക്ഷിയുമായിരിക്കുമോ ഗൈസ്?
യക്ഷിയല്ല പ്രസു, കുരിശ. യക്ഷിയാ? യക്ഷി എന്നൊക്കെ പറഞ്ഞ നീണ്ട മുടിയുള്ള വെള്ള സാരി എടുത്ത് വരണ ആ പാട്ടൊക്കെ പാടുന്ന ചേച്ചിയല്ലേ? വന്നാട്ടെ, കുഴപ്പില്ല. എടാ യക്ഷി എവിടെ പുല്ലേ, അല്ലാതെ നിന്റെ തൽപര കക്ഷിയല്ല. യക്ഷി എങ്കിൽ യക്ഷി, നിങ്ങളാരും പേടിക്കണ്ട. ഇടോടെ ഉള്ളിടത്തോളം കാലം യക്ഷിയല്ല, ഒരു പക്ഷിയല്ല, ഒരു കക്ഷിയും നിങ്ങളൊന്നും ചെയ്യില്ല. ടോഡോ ദ സേവിയർ. ഞാൻ പോയി മെഴുതിരി എടുത്തിട്ട് വരാം. നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്ക്. എന്റെ ചാൻ എന്ത് ഫാസ്റ്റാ, പറഞ്ഞു തീർന്നില്ല, അതിന് മുമ്പ് മെഴുകുതിരി എത്തിച്ചു. ഞാനോ? ഞാനല്ലേ നിൽക്കുന്നേ? അപ്പോ അതാരാ? ടാർലു, എന്നെ പോലെ ആരെയും വിളിക്കടാ. പ്രാണനാഥ. This is my entertainment.